വലിയ തോതിൽ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട്ടിൽ നിന്നും നടത്തിയ പരിശോധനയിൽ ഒരു രേഖയും കണ്ടെടുക്കാനായിട്ടില്ല എന്ന് ഒരു രേഖാമൂലം ഇവിടെയുള്ള ജീവനക്കാരന് നൽകിയിട്ടുള്ളത്. അത് പി ജയരാജൻ ഇപ്പോൾ പ്രവർത്തകരോട് വിശദീകരിച്ചിരിക്കുന്നു. ഇനി ഇ ഡി ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് മടങ്ങും. അതിനുള്ള വഴിയൊരുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം പരിശോധനയിൽ കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല. അത് രേഖാപ്രകാരം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക്, നാണു എന്ന് പറയുന്ന ജീവനക്കാരനാണ് ഇത്തരത്തിൽ എഴുതി ഇ ഡി കൊടുത്തിട്ടുള്ളതെന്നാണ് പി ജയരാജൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷ്, യെസ്, അതാണ്. എന്തായാലും കണ്ണൂരിലെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെടുത്തിട്ടില്ല എന്ന് പി ജയരാജൻ അറിയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതും ഒരു നേതാവിന്റെ പ്രതികരണം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ പ്രേക്ഷകരുമായി ഈ വിവരം പങ്കുവയ്ക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപമൊന്നും CPIM-നെ എന്നല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയും അറിയിക്കണം എന്നുള്ളതൊന്നുമില്ല. കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി എന്നതിന്റെ കൃത്യമായ രൂപം പുറത്തു വരികയുള്ളൂ. ചിലപ്പോഴെങ്കിലും വാർത്താക്കുറിപ്പ് എന്ന നിലയിലൊക്കെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തുവിടാറുണ്ട്. ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് എന്നത് 10 കേന്ദ്രങ്ങളിൽ ED പരിശോധന നടത്തുന്നുണ്ട്. അവിടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും പരിശോധനയിൽ ആണ് എന്നുള്ളത് തന്നെയാണ്. അവർ കവേഡ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ഒരു റിലീസ് എന്നുള്ളതാണ്. ഇവിടെ പ്രിയ പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഈ കേസിന് ദീർഘനാളത്തെ പഴക്കമുണ്ട്. പലപ്പോഴായി എൻഫോഴ്സ്മെന്റ് നടപടികൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ ഇടപാടുകൾ തെളിയിക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിക്കണം എന്ന ഒരു തരത്തിലുമുള്ള നിർബന്ധവുമില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് പോകാൻ ഈ EDക്ക് സാധിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് സമൻസ് അടക്കം അയച്ചിരുന്നു, പല രേഖകളും തേടിയിരുന്നു. അതൊന്നും സമർപ്പിക്കാതെ അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന സമീപനം ആയിരുന്നു CMRന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തെളിവുകളൊന്നും ശേഷിപ്പിക്കണമെന്നില്ല. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒഫീഷ്യലി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഏത് തരത്തിലായിരുന്നു അന്വേഷണം, ഈ സംശയനിഴലിൽ ഉള്ളവരുടെ വസതികളിൽ പരിശോധന നടത്തിയോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ED ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധങ്ങൾക്ക് ഇടയിലൂടെ തന്നെ പുറത്തേക്ക് നടന്നു പോകുന്നു. അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. പുറത്ത് CPIM-ന്റെ പ്രവർത്തകരൊക്കെ കൂകി വിളിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വൈകാരികമാകുന്ന, തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതിർന്ന നേതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇതാ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ED ഉദ്യോഗസ്ഥരെ കൂകി വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. പരിശോധന പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ മടങ്ങുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പുറത്ത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അവരുടേതായ പ്രതിഷേധങ്ങളൊക്കെ നടത്താം. പക്ഷേ കോടതിയുടെ കൂടി നിർദ്ദേശം ലഭിച്ചതിന് ശേഷം നടത്തുന്ന ഒരു പരിശോധനയാണ്. അതിൽ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുന്നതിലേക്ക് ഈ പ്രതിഷേധക്കാരെന്തായാലും കണ്ണൂരിൽ പോയിട്ടില്ല എന്നത് ആണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈജു, ഇപ്പോഴിതാ ഈ ഉദ്യോഗസ്ഥർ ആ പരിശോധനയൊക്കെ നടത്തി പുറത്തേക്ക് പോയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. അവിടെ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി പൂർത്തിയാക്കി മടങ്ങുന്നു. പുറത്ത് വൈകാരികമായ പ്രകടനങ്ങളുണ്ട്, കൂവിവിളികൾ ഉണ്ട്, പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഈ പരിശോധനയ്ക്ക് എത്തിയപ്പോഴുണ്ടായിരുന്ന കേന്ദ്രസേന അവരും കൃത്യമായി തന്നെ സുരക്ഷ ഒരുക്കിയിട്ടാണ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അതെ അഭിലാഷ്, ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല എന്ന് ED ഉദ്യോഗസ്ഥർ എഴുതി നൽകിയെന്നാണ് MP ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂകി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കേന്ദ്രസേന ഉൾപ്പെടെ ഇവിടുന്ന് മടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ED ഉദ്യോഗസ്ഥർ അവരുടെ വാഹനത്തിൽ തിരിച്ചു പോകുന്നതാണ്. എന്തായാലും വലിയ തോതിൽ മണിക്കൂറുകളോളമായി സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന
പിണറായിയുടെ സ്വന്തം വീട്ടിൽ നിന്നും ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ തോതിൽ പ്രവർത്തകരുണ്ട്. ഒപ്പം കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ട്, നിരവധി പ്രവർത്തകരുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ വീടിന് പരിസരത്തുള്ള പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്നും പരിശോധനയിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് എം.പി. ജയരാജൻ ഉൾപ്പെടെ ഇ ഡി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയെന്ന് പറയുമ്പോൾ ഈ ഒരു റെയ്ഡ് പ്രഹസനമാണെന്ന തരത്തിൽ വലിയ തോതിലുള്ള ആരോപണം ഇനി ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ തീർച്ചയായും ബൈജു സൂചിപ്പിക്കുന്ന പോലെ ഇത് രാഷ്ട്രീയമായ വേട്ടയാടലാണ്, ഈ പറയുന്നത് പോലെ പ്രഹസനമാണ് എന്നതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷണ സംഘമാണ്. ഇ ഡിക്ക് ഇതിൽ തെളിവുകൾ ശേഖരിക്കുക, പുറത്തു പറയുന്ന ആരോപണങ്ങൾക്കപ്പുറത്തോ ഒരു പരാതിയോ കണ്ടെത്തലോ ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റുകളും തെളിവുകളും ശേഖരിക്കുക എന്നതാണല്ലോ പ്രധാനം. അതുകൊണ്ട് തന്നെ അവർ പരിശോധന നടത്തും. അതിൽ കണ്ടെത്താതിരിക്കുക എന്നത് ഇ ഡിയുടെ ഉത്തരവാദിത്തമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവർ അന്വേഷിക്കുകയാണ് വേണ്ടത്. ആ അന്വേഷണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിന്റെയൊക്കെ തെളിവുകൾ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ നശിപ്പിക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ഒരു പ്രതിരോധം എന്ന നിലയിൽ തീർക്കേണ്ട ഉത്തരവാദിത്വം CPM-നുണ്ട്. അത് വളരെ കൃത്യമായി CPIM പ്രതിരോധം തീർക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള പ്രതിരോധം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇനി ഈ സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ വന്നിട്ടൊന്നും കിട്ടിയില്ല എന്നത് തന്നെയായിരിക്കുമോ CPIM ഉയർത്തി കാണിക്കാൻ പോകുന്നത്? അഭിലാഷ്, തീർച്ചയായും രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് CPM ഇതിൽ തുടക്കത്തിലെ തന്നെ പ്രതികരിച്ചിരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ കോട്ടയിൽ ഇത്തരത്തിൽ പിണറായിയുടെ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്നു എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവർക്ക് പ്രതിരോധമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ നിന്നും ഒന്നും കണ്ടെത്താനായില്ല എന്ന് നമുക്ക് ചില പ്രതികരണങ്ങൾ അതിനുശേഷം ഞാൻ കിട്ടിയല്ലോ. ഇനി നീ അതിലപ്പുറം ചോദിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കഴിഞ്ഞാലേ ഇതാണ് കണ്ണൂരിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്നത്. അതായത് ആ പരിശോധനയിൽ ആ വീട്ടിൽ നിന്ന് ഒന്നും കേട്ടല്ലോ. ശരി, ഓക്കെ. പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അല്ല, ഇപ്പം അവസാനിപ്പിച്ചു. പ്രതിഷേധം താൽക്കാലികമായി എന്തായാലും കണ്ണൂരിലെ വസതിയിൽ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ വസതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന, അതായത് പ്രതിസ്ഥാനത്തുള്ള വീണ വിജയന് ബന്ധമുള്ള എല്ലായിടങ്ങളിലും ഒരേ സമയം പരിശോധന നടത്തുകയും ആശയവിനിമയ സംവിധാനങ്ങൾ ഉൾപ്പെടെ, അതായത് പരസ്പരം ആശയവിനിമയം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെല്ലാം തടയിടുക. അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം എപ്പോഴും റെയ്ഡുകൾ നടത്താറുള്ളത് എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഒരിടത്ത് റെയ്ഡ് നടത്തുമ്പോൾ അവിടെ നിന്ന് ആശയവിനിമയം നടത്താൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായി പരിശോധനകൾ നടത്തും. അത്തരത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഇതിൽ ആത്യന്തികമായി ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് CMRL അനധികൃതമായി പണം കൈമാറിയിട്ടുണ്ട്. അതും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.